തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോയാലോ. റോഡിന്റെ ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് മലക്കപ്പാറയിലെത്താം. ബസ്സിലാണെങ്കിൽ 120 രൂപ മതി. ഇവിടെ എന്തൊക്കെ മൃഗങ്ങളെ വരില്ലേ? മാനൂരും ഇപ്പൊ മലക്കപ്പാറയിലെ കാലാവസ്ഥ എങ്ങനെ? കാലാവസ്ഥ ഇപ്പൊ ചൂടാ, തണുവൊന്നുമില്ല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് മഴ പെയ്തു, രാത്രി ചെറുതായിട്ട് ഒരു തണുവുണ്ടായിരുന്നു. വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും നല്ലത്. അതെ അല്ലേ? സഞ്ചാരികൾക്ക് ടൈം അവിടെ നിന്ന് എടുക്കുന്ന 4:30 വണ്ടിയില് അവിടെ നിന്ന് കയറണം. അപ്പൊ രാത്രി എന്തായാലും അനുഭവിച്ചോ ആണെങ്കിലും എന്തെങ്കിലും കാണും. പിന്നെ ഇവിടെ നിന്ന് പോകുന്ന 5:10 ലാസ്റ്റ് വണ്ടിയിൽ പോകണം. അപ്പൊ പോകുന്ന വിളിക്ക് എന്തെങ്കിലും കാണും. പകലിൽ പിന്നെ നമുക്ക് ഭാഗ്യം വേണം, അപ്പോഴേ റോഡ് സൈഡ് നിൽക്കുള്ളൂ. ഞാൻ വരുന്ന വഴിക്കൊക്കെ പിണ്ടിട്ട് പോയിട്ടുണ്ട്. റോഡ് മൊത്തം ഒന്നും ആയിട്ടില്ല. അപ്പൊ ആ ചുറ്റുവട്ടത്ത് ഇവിടെ ഉണ്ട്, അത് തൊട്ടടുത്തന്നെ ഉണ്ടാവുള്ളൂ. ആനകളെ വണ്ടിക്കാരെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. ബൈക്കാരനല്ല സുഹൃത്ത്, നമ്മൾ ഉപദ്രവിക്കാതെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഓണടിച്ചിട്ട് അവരെ പ്രശ്നം ഉണ്ടാക്കും. ഓണടിച്ച് ശല്യം ചെയ്താൽ ഇപ്പൊ തന്നെ പ്രശ്നം ഉണ്ടാക്കും, ഓടിക്കും. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കാതിരിക്കാണ് ദൂരത്തിരുന്ന് എന്തെങ്കിലും ചെയ്യാം. അടുത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലതാ നമുക്ക്. അവരെ മാനസികാവസ്ഥ എപ്പോഴാണ് അവര് പ്രകോപിതരാവുക? അങ്ങനല്ല, അത് പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു വിചാരണ നമ്മുടെ മുകളിൽ തിരിച്ചുള്ള ആക്രമണം ഉണ്ടാവും. മുൻകൂട്ടിയുള്ള ആക്രമണം. ആനയുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അവര് കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അവരുടെ സ്വഭാവം നമുക്ക് പറയാനേ പറ്റില്ല. ദൂരത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. തൃശ്ശൂർക്ക് ബസ് എപ്പോഴാണ് അറിയാം? ബസ് ഇഷ്ടം പോലെ ഉണ്ട്. കാലത്ത് 7:10 ഒരു വണ്ടി, 8:10 ഒരു വണ്ടി, 8:30 ഒരു വണ്ടി ഉണ്ട്, 8:30 ഒരു വണ്ടി ഉണ്ട്. പിന്നെ ഉച്ചക്ക് 12:50, 1:20, പിന്നെ 3:50, 3:50, പിന്നെ 4:20, 5:10. അങ്ങനെ കാലത്ത് 3, ഉച്ചക്ക് 2, വൈകുന്നേരം 3. അങ്ങനെ 5 വണ്ടിയുണ്ട്, 7 വണ്ടിയുണ്ട്. എന്റെ പേര് റൂബൻ. ഇവിടെ തന്നെ എസ്റ്റേറ്റ് കോട്ടസില. ഇവിടെ മലക്കപ്പാറ ഇവിടെ കൃഷി ചെയ്യുന്നത് ഏത് തേയിലാണ്? കമ്പനിയുടെ നാട്ടിലാണ്. നമ്മളിങ്ങനെ ബൈക്കൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവരെ നമ്മൾ ആക്രമിക്കും. റോട്ടിലൊക്കെ കാണുമ്പോ അറിയാതെ വന്നു കഴിഞ്ഞാൽ വരുന്ന ബൈക്കൊക്കെ ഉണ്ട് പിണ്ടിട്ട് വെച്ചിട്ട് കാണാം. ചിലപ്പോ കണ്ടോ ബസ്സിൽ പോകുമ്പോ കാണാൻ അതിന്റെ ചുറ്റുവട്ടത്ത് ആന ഉണ്ടല്ലോ. ഈറ്റിക്കത്തൊക്കെ ഉണ്ടാവും. ഒരുപാട് ബൈക്കാര് വരുന്നുണ്ട്. ബൈക്കാരെ ആക്രമിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ? അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടില്ല. ആരും ഒന്ന് വന്നു പെട്ടെന്ന് മുന്നിൽ വന്നു പെട്ടെന്ന്. ഒരു 5 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഇറങ്ങും. വൈകുന്നേരം 5 മണി രാത്രി വണ്ടി ഓടുന്നുണ്ട്, അതിലൊക്കെ ആന കാണാം. അവിടെ 5 മണിക്കൊരു വണ്ടി വരും ചാലക്കുടി നിന്ന്. അതിൽ വന്ന ആന കണ്ടുപോകാം. ഉപദ്രവം ഉണ്ടായില്ല. ശരിക്കും രാവിലെയും വൈകുന്നേരമാണ് ആനനെ കാണാൻ. വണ്ടി കൊണ്ടാകുമ്പോഴത്തേക്ക് ഒരു കാട്ടിക്ക് കമ്പനിയുടെ തേയിലുണ്ടോ? കമ്പനി തേയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെന്താ 1/2 കിലോന് എന്താ വില? ഇത് 1/2 കിലോ 100 രൂപ. ഇതെവിടെ പോന്നേ? ഓയ് എവിടൊക്കെ പോന്നെ? ഫോണായിട്ട് ഇവിടുത്തെ കണ്ണിന്തവൻ ചായ കുടിച്ചാൽ ഒരുപാട് മൈലേജ് കിട്ടും. ആ ചായ കുടിച്ച് ഉത്സാഹത്തോടെ ഇതിലൊക്കെ ഒന്ന് നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ മലക്കപ്പാറ. ഇതിന് മാലാക പാറ എന്നും പറയാറുണ്ട്. ചാലക്കുടിയിൽ നിന്നും ഒരു 80 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട്. രാവിലെ 7 മണിക്ക് അവിടെ നിന്നുള്ള ബസ്സിൽ പുറപ്പെടുകയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. 120 രൂപയാണ് ബസ് ടിക്കറ്റ്. മലക്കപ്പാറയിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഒരിക്കലും ബോറടിപ്പിക്കില്ല. കാരണം റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇതുപോലെ മരങ്ങൾ പച്ച പുതച്ച ആ കാഴ്ച കണ്ണിനും മനസ്സിനും കുളിരേകും. മാത്രമല്ല പുഴകളും മലകളും ഡാമും, ആഹാ, അതിനേക്കാൾ ഉപരി ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും.
ആതിരപ്പള്ളി എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഇടത്ത ഭാഗത്ത് നിന്നും ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകണം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് വളരെയേറെ റിസ്ക്കാണ്. ഏറ്റക്കുത്തനെയുള്ള ആ താഴ്ചയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രായമുള്ളവരും അതുപോലെ അസുഖമുള്ളവരും തീർച്ചയായിട്ടും കുഴങ്ങിപ്പോവും. 50 രൂപ വെച്ച് ഇവർ വാങ്ങുന്നുണ്ടല്ലോ. എത്രയെത്ര ആൾക്കാരാണ് ഇവിടെ സന്ദർശിക്കാനായി വരുന്നത്. ഒരു റോപ്പുവോ അല്ലെങ്കിൽ ഒരു കാർ കേബിളോ ഇവിടെ ഇടാമായിരുന്നു. സ്റ്റെപ്പ് കയറി വരുന്നവർ കുഴങ്ങി ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ചെക്ക് പോസ്റ്റ് ഉണ്ട് വാഴച്ചാൽ എത്തുന്നതിന് മുമ്പായിട്ട്. അവിടെ വിവരണം കൊടുത്തിട്ട് നമുക്ക് ബൈക്കിലാണ് പോകുന്നതെങ്കിൽ പതുക്കെ പോവുക. ആനയും ആന വണ്ടിയും അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങളും വരുന്ന വഴിയാണിത്. അപകട സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. നല്ല അടിപൊളി റോഡായതിനാൽ ഏറെ നല്ലത് പതുക്കെ പോവുക തന്നെയാണ്. വീട് വെച്ച് താമസിക്കുന്നവർ കുറവായതിനാൽ ഇതിലെ സഞ്ചാരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ ഇതിൽ പോകുമ്പോൾ പതുക്കെ പോവുക. ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചകളുടെ പൂരമാണ് ബിഗിലേ. അങ്ങനെ തിരിച്ചു നമ്മൾ മലക്കപ്പാറയിൽ എത്താനായി. ഞായറാഴ്ച ദിവസത്തെ കഥയാണിത്. നേരത്തെ വന്നില്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് വാഹനം നിർത്തി മുകളിലോട്ട് കയറി പോകേണ്ടി വരും. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്.